വോട്ടെണ്ണുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നെഞ്ചിടിപ്പേറ്റുന്ന മണ്ഡലം തളിപ്പറമ്പ്. CPM-നെ മണ്ഡലം നിലനിർത്തുക എന്നത് അഭിമാന പ്രശ്നമാണ്. പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ അത് CPM-ൽ ഉണ്ടാക്കുക വൻ ഭൂകമ്പമാകും. തളിപ്പറമ്പിൽ CPM-ന് ഒരു ആത്മവിശ്വാസക്കുറവും ഇല്ലെന്ന് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച P. ജയരാജൻ കണ്ണൂർ വിഷനോട് പറഞ്ഞു. എല്ലാ കണ്ണുകളും തളിപ്പറമ്പിലേക്കാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സീറ്റ് ഭാര്യ PK ശ്യാമളക്ക് നിലനിർത്താൻ കഴിയുമോ? കഴിയുമെന്ന് LDF-ഉം ഇല്ലെന്ന് UDF-ഉം പറയുന്ന മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ആകാംക്ഷ നിറക്കുകയാണ്. തളിപ്പറമ്പിൽ LDF-ന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജനാണ്. ജയസാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ P. ജയരാജന്റെ മറുപടി ഇതായിരുന്നു. അതുറപ്പാ, വിജയം ഉറപ്പ് തന്നെ. അല്ല, വിജയം ഉറപ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പറയാം 4-ന് എണ്ണീറ്റ് ബാക്കി. യാതൊരു ആത്മവിശ്വാസക്കുറവില്ല. ഇല്ല, യാതൊരു ആത്മവിശ്വാസക്കുറവില്ല. വൻ അടിയൊഴുക്കുകൾ നടന്നാലാണ് തളിപ്പറമ്പിൽ UDF-ന് ജയിക്കാനാവുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ പാർട്ടിയുടെ വോട്ട് ചോർത്തുമെന്നാണ് UDF-ന്റെ ആത്മവിശ്വാസം. ഒപ്പം മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രവർത്തനങ്ങളും. SIR-ന്റെ ഗുണവും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെല്ലാം കനത്ത പോളിംഗ് നടന്നു. തളിപ്പറമ്പ് നഗരസഭയിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. ആന്തൂർ, കുറ്റ്യാട്ടൂർ ഭാഗങ്ങളിൽ അടിയൊഴുക്കും പ്രതീക്ഷിക്കുന്നു. ചപ്പാരപ്പടവിലും വലിയ ലീഡാണ് UDF പ്രതീക്ഷിക്കുന്നത്. കുറുമാത്തൂർ, പരിയാരം പഞ്ചായത്തുകളിൽ LDF ലീഡ് ഗണ്യമായി കുറയുമെന്നും UDF വിലയിരുത്തിയിട്ടുണ്ട്. ആന്തൂർ, മലപ്പട്ടം, മയ്യിൽ മേഖലകളിലും ലീഡ് കുറയുമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ ലീഡ് കുറയുമെങ്കിലും ജയിക്കുമെന്ന കാര്യത്തിൽ LDF-ന് ഒരു സംശയവുമില്ല. 5000-നും 10,000-നും ഇടയിൽ ലീഡാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതിനു മുകളിൽ പോയാൽ അത് ചിട്ടയാർന്ന പ്രവർത്തനത്തിന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുകയും ചെയ്യും. CPM പരാജയപ്പെട്ടാൽ അത് തളിപ്പറമ്പിൽ മാത്രം ഒതുങ്ങുന്ന സംഘടനാ വിഷയം ആകില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഉത്തരം പറയേണ്ട സാഹചര്യം ഇതുണ്ടാക്കും. അതുതന്നെയാണ് തളിപ്പറമ്പിനെ വോട്ടെണ്ണുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാക്കുന്നതും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.